ഹായ് എവരിവൺ, ഏവർക്കും ക്രാഫ്റ്റ് ആൻഡ് മല്ലുവിന്റെ ഒരു പുതിയ ലൈവ് ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഡേ ഈ സൈഡ് ഞാനൊരു ഷോർട്ട് സെല്ലിംഗ് ചെയ്തിരുന്നു. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. ഈ ഒരു റെസിസ്റ്റൻസിലെ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം ഇത് നോക്കുക, ഒരു നല്ലൊരു ഇത് റെസിസ്റ്റൻസ് ആയിട്ടും ഇതൊരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്ത സ്ഥലമാണ്. സോ ആ ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിൽ ഇന്നലെ മാർക്കറ്റ് നിറയെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഈ ഒരു ഇൻവൈറ്റിങ്ങിനെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കും. ഇൻവൈറ്റ് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തു വരുന്നില്ല. ഈ താഴ്ത്തു വരാനായിരുന്നു ഈ ഒരു ഫോളിൽ കണ്ടിന്യൂ മാർക്കറ്റ് താഴ്ത്തു വന്നതിന് ശേഷം മാർക്കറ്റ് ആ ഏരിയ തന്നെ സെല്ലേഴ്സിനെ റെസിസ്റ്റൻസിന് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് എന്താണ് പഠിച്ചിട്ടുള്ളത്? റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയതും നോക്കുക, വയലന്റ് ആയിട്ടാണ് മൂവ് ആയിരിക്കുന്നത്. വയലന്റ് ആയിട്ടാണ് നല്ലൊരു വൺ സൈഡ് മൂവ് തന്നു. ഓക്കെ, വൺ സൈഡ് മൂവ് ക്വിക്കായിട്ട് തന്നു. ഓക്കെ, ഈ ക്വിക്കായിട്ട് തന്നതിന് ശേഷം നോക്കി എക്സാക്ട് നമ്മൾ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് PP ഡൈനാമിക് സോൺസ്. ഓക്കെ, PP ഡൈനാമിക് സോൺസ് നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല. PP ഡൈനാമിക് സോണിൽ എത്തിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് PP ഡൈനാമിക് സോണിൽ എത്തി. അപ്പോൾ ഇന്ന് എക്സാക്ട് PPനെ ക്രോസ് ചെയ്തത് ഇവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഹൈയെ ബ്രേക്ക് ചെയ്തു താഴ്ത്തു വരികയാണ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഒരു എം പാറ്റേൺ പോലെ കാണുന്നുണ്ട്. ഇതിന്റെ നെക്ക് ലൈൻ, ആ നെക്ക് ലൈനിൽ മാർക്കറ്റ് തിരിച്ചു വരുന്നു, സെല് ചെയ്യുന്നു. ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ ആക്കി അതിന്റെ ബ്രേക്ക് ഡൗൺ നടത്താം. ഓക്കെ, ഈ ട്രയാങ്കിൾ പാറ്റേണിന്റെ ബ്രേക്ക് ഔട്ടില് ഈ ഒരു ഏരിയയില് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നു. ബ്രേക്ക് ഡൗൺ തന്നപ്പോൾ നോക്കും മാർക്കറ്റ് കൺസിസ്റ്റന്റ്ലി റൈസിങ് ഹോൾ സൈഡ് വോളിയമാണ്. ഓക്കെ, ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വന്ന സെല്ലിങ്ങിലും സെൽ സൈഡിലെ വോളിയം ഡിക്ലൈൻ ആയിട്ട് വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാം? ഇവിടെ ബയേഴ്സ് ഡോമിനന്റ് ആകാൻ സാധ്യത കൂടുതലാണ്. സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ബയേഴ്സ് ഡോമിനന്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ചാനൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രയാങ്കിൾ പാറ്റേൺസ്, ചാർട്ട് പാറ്റേൺസിന്റെ ഒക്കെ ബ്രേക്ക് ഔട്ടിൽ റീറ്റെയിലേഴ്സ് ഇൻട്രസ്റ്റ് ആവുന്ന സ്ഥലത്ത് അവർക്ക് എഗെയിൻസ്റ്റ് പോവുക. ഇവിടെ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, പുൾ ബാക്ക് തന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഞാൻ ഈ ഒരു ഏരിയയിലാണ് എൻട്രി ചെയ്തത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എൻട്രി ചെയ്തു, ബട്ട് എൻട്രി ചെയ്തില്ല. മാർക്കറ്റിന് മുകളിലോട്ട് ക്വിക്കായിട്ട് തന്നെ മൂവ് ആയിരുന്നു. മാർക്കറ്റ് ക്വിക്കായിട്ട് മൂവ് ആയി. മൂവ് ആയതിനു ശേഷം എനിക്ക് ഇവിടെ എൻട്രി നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എൻട്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റ് ഇനി ഈ ഒരു ഏരിയയിൽ വന്ന് ഈ ഒരു റീടെസ്റ്റ് നടത്തിയിട്ട് ഇങ്ങനെ മൂവ് ആകാൻ സാധ്യതയുണ്ട്. റീടെസ്റ്റ് നടത്തി മൂവ് ആകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഹാഫ് ക്വാണ്ടിറ്റി 120 ക്വാണ്ടിറ്റി ആണ് ഞാൻ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ ഇട്ടുന്നത്. അത്രയും കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് ഇപ്പം എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഹാഫ് ക്വാണ്ടിറ്റി 60 ക്വാണ്ടിറ്റിയാണ് ഞാൻ ഈ ഒരു ഏരിയയിലാണ് ഇട്ടേക്കുന്നത്. ഇതൊരു മാർക്കറ്റ് ചെറിയൊരു പുഷ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒരു വോളറ്റിലിറ്റി ക്രിയേഷൻ നടത്തിയാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് എൻട്രി ആയിട്ട് മാർക്കറ്റിങ്ങിന് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയെടുക്കാം എങ്ങനെയാണ് ഒരു എൻട്രി കോൾ സൈഡിൽ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്ന് നോക്കുക. അപ്പൊ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ് എങ്ങനെ എവിടെ ഒരു നല്ലൊരു ബെറ്റർ എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നോക്ക്, നമ്മൾ വൺ സൈഡ് മൂവ് തന്നു കഴിഞ്ഞു മാർക്കറ്റ്. ഓക്കെ, നോക്ക്, നല്ല കോൾ സൈഡിൽ നല്ല റൈസിങ് വോളിയാണ്. സെൽ സൈഡിൽ വരുന്നുണ്ട്. സെൽ സൈഡിൽ കാണിച്ചത് ഇങ്ങനെ ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, റീറ്റെയിലേഴ്സ് കുറച്ച് ആളുകൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് അപ്പോൾ ഇത്രയും വലിയൊരു ക്യാൻഡിൽ കണ്ടു. ഈ ഒരു വലിയൊരു ക്യാൻഡിൽ കണ്ടപ്പോൾ അവിടെ ചടി കയറി ബൈസെൽ ഇൻട്രസ്റ്റ് ആയി അവരെ മാർക്ക് റിമൂവ് ചെയ്തു. ആ റിമൂവിംഗിൽ വോളിയം കുറവാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എക്സാക്ട് സപ്പോർട്ട് എടുത്തു. മുകളിലോട്ട് പോകുന്നവർ നല്ല വോളിയം, പക്ഷെ തിരിച്ച് ഈ സെല്ലിംഗ് എല്ലാം വരുമ്പോൾ അതിനകത്ത് വോളിയം തീർത്തും കുറവാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സെല്ലേഴ്സ് ഇവിടെ വീക്ക് ആണ്. അപ്പം ബയേഴ്സ് ഇവിടെ ഡോമിനന്റ് ആകാൻ സാധ്യത. ബയേഴ്സ് എവിടെ ഡോമിനന്റ് ആവുന്നത്? ഇതേപോലെയുള്ള ബ്രേക്ക് ഡൗണുകളിൽ ബയേഴ്സ് ഡോമിനന്റ് ആവും. ബയേഴ്സ് ഡോമിനന്റ് ആയ ഏരിയ എവിടെയാണ്? ഈ ക്യാൻഡിൽ നോക്കുക, ഇവിടെ ഈ ബ്രേക്ക് ഔട്ട് തന്നു. ഓക്കെ, ഈ റെഡിൽ ബ്രേക്ക് ഔട്ട് തന്നു. അതിന് മാർക്കറ്റ് ഇവിടെ ഏത് ക്യാൻഡിലാണ് ഓവർകം ചെയ്തത്? ഈ ക്യാൻഡിൽ. ഓക്കെ, നോക്കുക, ഇവിടെ തന്നെ അത് ബൈ അതിന് തുല്യമായിട്ടുള്ള, ഓക്കെ, ഏതിന് തുല്യമായിട്ടുള്ള? സെൽ സൈഡിന് തുല്യമായിട്ടുള്ള ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ ഒരു ഉണ്ടോ, അതിന് എൻഗൾഫ് ചെയ്തുകൊണ്ട് വോളിയം വന്നിട്ടുണ്ട്. സോ എപ്പോൾ അതിന് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്നു അവിടെ നമുക്ക് എൻട്രി എടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പോളിസിയാണ്, ഞാൻ ഈ ഒരു ഏരിയ എൻട്രി എടുക്കില്ല. ഇതിന് താഴെ വരികയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാമെന്ന് വെച്ചാൽ. ബട്ട് മാർക്കറ്റ് അടുത്ത് വന്നില്ല, അവിടെ തന്നെ ക്വിക്കായിട്ട് പുഷ് ചെയ്യാണ്. ആ പുഷ് ചെയ്ത് പിന്നെ അടുത്ത ഇത് കണ്ടോ, ഈ ഒരു എം പാറ്റേൺ ആണ്. എം പാറ്റേണിൽ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യാനായിട്ട് റെഡിയാണ്. ഇവിടെ ഒരു വട്ടം സെല്ല് ചെയ്തു. ഓക്കെ, തിരിച്ചു വരുന്ന ഈ ഏരിയയിൽ സെല്ലിങ് എന്ന് പറയുകയാണ്. അപ്പൊ മാർക്കറ്റ് ഈ ഏരിയ ഒന്ന് പുഷ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വിക്ക് ഒരു മൂവ് തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാർക്കറ്റിന് വരാനാണ് ക്വിക്കായിട്ട് താഴ്ത്തു വരാം. ഇത് ഇവിടെ ടൈം പാസ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം രണ്ടാമത് ഈ ഒരു റെസിസ്റ്റൻസിൽ സെല്ലിങ് കാണുമ്പോൾ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യും. അതിനൊപ്പം തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണത് വലിയ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് അവിടെ കയറും. റീറ്റെയിലേഴ്സിന് കയറാൻ അവസരം കൊടുക്കാതെ മാർക്കറ്റ് മൂവ് ആകില്ല. ഞാനൊരു ഓർഡർ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓർഡർ ആയിട്ടില്ല.
7562 ഇട്ടേക്കുന്നത് 10 പോയിന്റ് കൂടി താഴത്ത് വരികകളിൽ. ഫസ്റ്റ് ഞാൻ ഒരു പി ഇതാണ് നോക്കിയത് പുട്ടിന് വേണ്ടിയിട്ടാണ് ആദ്യം നോക്കിയത്. പുട്ടിന് വേണ്ടി നോക്കിയതിന്റെ പിന്നെ റീസൺ എത്രയേ ഉള്ളൂ, മാർക്കറ്റ് ഒന്ന് ഈ ഒരു ഹൈ പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് മുകളിലോട്ടാണ് തന്നതെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്യാതെ നേരെ ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് അതേപോലെ സഡൻ ആയിട്ട് താഴ്ത്തു വരാൻ സാധ്യത. അങ്ങനെ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ ഷോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ബട്ട് അങ്ങനെയില്ല, മാർക്കറ്റ് താഴത്ത് ബയേഴ്സ് ഡോമിനന്റ് ആയി എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ സെൽ സൈഡിൽ പോകേണ്ട കാര്യമില്ല. ഓക്കെ, മനസ്സിലാക്കിയിട്ട് ഇവിടെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പുഷ് ചെയ്താൽ നമുക്കിങ്ങനെ മുകളിലോട്ട് നല്ലൊരു ക്വിക്ക് മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും റീറ്റെയിലേഴ്സിന് കയറാൻ അവസരം കൊടുക്കരുത്. ഓക്കെ, റീറ്റെയിലേഴ്സിന് അവസരം കൊടുക്കാതെ വലിയ ക്യാൻഡിലാണ് ഉണ്ടാക്കേണ്ടത്. വലിയ ക്യാൻഡിൽ ഉണ്ടാക്കാതെ ചെറിയ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഈ ഒരു ഏരിയക്ക് മുകളിലായി കുറച്ചുകൂടി മുകളിൽ എനിവേ നമുക്ക് നോക്കാൻ എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ പ്ലാൻ അനുസരിച്ച് തന്നെ ഇവിടുന്ന് എൻട്രി അടിക്കുക, നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് എൻട്രി അടിക്കുകയും 100 പോയിന്റിന്റെ പ്രീമിയം നമ്മൾ ക്യാച്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, 130 പോയിന്റിന്റെ പ്രീമിയം ആണ്, നിയർലി 100 പോയിന്റിനടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓക്കെ, മാർക്കറ്റ് കണ്ടിന്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ, റിജക്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് പിന്നാലെ ഇവിടെ ഇങ്ങനെ എക്സിറ്റ് ആകാണ്ട് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ എക്സിറ്റ് ആകുക. ഇതേപോലെ റിജക്ഷൻ മനസ്സിലാവുമ്പോൾ നിങ്ങൾ എക്സിറ്റ് ആകും. ബിക്കോസ് ഇങ്ങനത്തെ ഒരു മൂവിൽ തന്നെ നമ്മുടെ പ്രീമിയം പെട്ടെന്ന് തന്നെ ഡീക്കേ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമ്മളൊരു 100 പോയിന്റ് നമുക്കൊരു മൂവ് കിട്ടിയെങ്കിൽ 100 പോയിന്റിൽ സന്തോഷമാനാകും. എക്സിറ്റ് ആകേണ്ട സ്ഥലം ഏതാണെന്ന് ഞാൻ ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇതേപോലെ ഡേ ഹൈ, ബിക്കോസ് ഇതൊരു സ്ട്രോങ് ആയിട്ട് ഇന്നത്തെ ഫുൾ ഡേ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്താണ്. സോ ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിന്യൂഷൻ ഇല്ല. നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു ഒരു 200 പോയിന്റിന് പ്രീമിയമിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ടാർഗറ്റിലായിരുന്നു ഇന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് സംഭവിക്കുകയുണ്ടായത് മാർക്കറ്റിൽ. അത് തന്നെ റിയാക്ഷൻ കാണിച്ചു. ബിക്കോസ് മാർക്കറ്റിന് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാം. അതിനനുസരിച്ച് മാർക്കറ്റിൽ ഞാൻ ഇൻസ്ട്രക്ഷൻസിന്റെ പാത പിന്തുടരുന്നതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെല്ലിംഗ് ഉണ്ടാകാൻ സാധ്യത. ഇതിന് ശേഷം മാർക്കറ്റ് സുലാൻ സ്റ്റഡി ഇങ്ങനെ പോകാം, മേലോട്ട് ഇങ്ങനെ ഇത്രയൊക്കെ പോകാം. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ അത്രയൊന്നും നോക്കണ്ട. ഒരിക്കലും ഒരാൾക്ക് താഴത്ത് നിന്ന് മോളി വരെയോ അല്ലെ മോളിൽ നിന്ന് ഏറ്റവും താഴത്ത് വരെയോ ഒന്നും പറ്റില്ല. നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയ പ്രോഫിറ്റുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഞാൻ ഇന്നത്തെ ജസ്റ്റ് എന്റെ എൻട്രി ഒന്ന് കാണിച്ചാൽ ഞാൻ നിങ്ങളെ പ്രോഫിറ്റ് കാണിച്ചൊന്ന് എന്താ പറയുക, എന്റെ ചാനലിന്റെ അട്രാക്ട് അല്ല, ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു മൂവാണ് നമ്മൾ ക്യാച്ച് ചെയ്ത് 100 പോയിന്റിന്റെ മൂവ് നമ്മൾ അത്യാവശ്യം സിംഗിൾ നോക്കുക. ഇന്നത്തെ ദിവസം ഞാൻ വേറെ ഒരു ട്രേഡും എടുത്തിട്ടില്ല. നേരെ ഓർഡേഴ്സ് ഇട്ട് വെച്ചിരുന്നു, 2-3 സ്ഥലത്ത് ഓർഡേഴ്സ് ഇട്ടുന്നു. 2-3 സ്ഥലത്ത് ഞാൻ ഓർഡേഴ്സ് ഇട്ടത് ജസ്റ്റ് ചെറിയ ഒരു ഇതിലാണ് എനിക്ക് ഇതായത്. ഓക്കെ, അതിനുശേഷം ഞാൻ എൻട്രി എടുത്തത് സിംഗിൾ ആയിട്ട്. സോ ഇതെല്ലാം എൻട്രിയും ചെറിയ രീതിക്കാണ് എക്സിക്യൂട്ട് ആകാണ്ട് അവിടെ നിന്ന് റിവേഴ്സ് ആയി പോയത്. ആദ്യം ഈ ഏരിയന്ന് ഇവിടെ ഞാൻ ഇതിട്ടിരുന്നു, ബട്ട് അതിന് മുന്നേ റിവേഴ്സ് ആയി. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ ഇട്ടൊന്ന് ഒരൽപ്പം താഴ്ന്നാണ് ഞാൻ ഇവിടുന്ന് ബൈ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് സ്റ്റഡി മുകളിലോട്ട് പോയി. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു തന്നു, എങ്ങനെ മാർക്കറ്റിൽ നമ്മൾ എൻട്രി എടുക്കണം. ഇതേപോലെയുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ എങ്ങനെ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്, മാർക്കറ്റിലെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഞാൻ നിൽക്കുന്നു ഷെയർ ചെയ്ത് തരാം എന്തൊക്കെയാണ് ഫോളോ ചെയ്യണമെന്ന റൂൾസ്. ഓക്കെ, ജസ്റ്റ് റൂൾസ് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണ്, ട്രെൻഡ്. വാട്ട് ഈസ് ദ ട്രെൻഡ്? ഓക്കെ, എന്താണ് ട്രെൻഡ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് എ ക്ലിയർ സ്ട്രോങ് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്, ഓരോ അപ് ട്രെൻഡിൽ നടന്നതിന് ശേഷം റിവേഴ്സൽ നോക്കുക. ഓക്കെ, റിവേഴ്സൽ എങ്ങനെ ഉണ്ടായെന്ന് നോക്കുക. റിവേഴ്സൽ ഈ വന്നതിനകത്ത് സ്ട്രെങ്ത് നോക്കുക. വന്നതിനകത്ത് സ്ട്രെങ്ത് ഉണ്ട്, ബട്ട് വോളിയംസ് കുറവായിട്ടാണ് വരുന്നത്. ചെക്ക് വോളിയം. എന്തിന്റെ വോളിയമാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇവിടുന്ന് അപ്സൈഡിലോട്ട് പോയ മൊമെന്റത്തിനകത്ത് റൈസിങ് വോളിയം ആയിരുന്നു. അതിനുശേഷം സെൽ സൈഡില് വോളിയം കാണിക്കുന്നു, ബട്ട് കണ്ടിന്യൂ ഓരോ റെസിസ്റ്റൻസിൽ ഓരോ ചെക്ക് വോളിയം. അത് കഴിഞ്ഞ് റെസിസ്റ്റൻസ് എടുത്ത് വരുന്നതിൽ വോളിയം ചെക്ക് ചെയ്യുക. റെസിസ്റ്റൻസ് സെല്ലിംഗ് വോളിയമാണ്. അത് ഈ ഒരു ഏരിയയിലും അതായത് ഈ ഒരു സെല്ലിങ്ങിലും ഈ ഒരു ഏരിയയിലെ സെല്ലിങ്ങിലും മുകളിലോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അപ്സൈഡിലോട്ടുള്ള വോളിയത്തിനെ അപേക്ഷിച്ച് വോളിയം തീർത്തും കുറവാണ്. സെൽ സൈഡിലെ വോളിയം തീർത്തും കുറവാണ്, അപ് സൈഡിലെ വോളിയം റൈസിങ് ആണ്, മുകളിലോട്ടാണ്. സെൽ സൈഡില് ഡിക്ലൈൻ ആണ്. അപ്പൊ ഐഡന്റിഫൈ എന്താണ് ചെയ്യേണ്ടത്, ചെക്ക് അപ് സൈഡ് വോളിയം, ചെക്ക് ഡൗൺ സൈഡ് വോളിയം. ഈ സെയിം സിസ്റ്റം തന്നെയാണ് നിങ്ങൾ താഴത്തോട്ട് സെയിൽ സൈഡിലോട്ട്, അതായത് നല്ലൊരു സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ആണ് നടത്തുന്നത്.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള റിവേഴ്സ് അല്ല, ഇതേപോലെയുള്ള റിവേഴ്സ് അല്ല, ബൈ സൈഡിലെ വോളിയം ചെക്ക് ചെയ്യുക. ഇവിടുത്തെ വോളിയം കൂടുതലായിരിക്കണം, ഈ വന്ന വോളിയം കൂടുതലായിരിക്കണം, ഇവിടെ നിന്ന് പോയാൽ മുകളിലോട്ട് പോകുന്ന വോളിയം കുറവുമായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ട എന്താണ്, അടുത്തത് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണ്, വോളിയം ചെക്ക് ചെയ്തു. ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ട എന്തെങ്കിലും ചാർട്ട് പാറ്റേൺസ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്, ചാർട്ട് പാറ്റേൺ ഫൈൻ ഓർ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് എന്താണ് ഇൻട്രസ്റ്റഡ്, റീറ്റെയിലേഴ്സ് ഇൻട്രസ്റ്റ്, റീറ്റെയിലേഴ്സ് എന്താണ് റീറ്റെയിലേഴ്സ് ഇൻട്രസ്റ്റിംഗ് എൻട്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടോ. മാർക്കറ്റ് മൂവ് ആകുന്നതുകൊണ്ട് റിവേഴ്സൽ കാണിക്കും, നമ്മൾക്ക് കിട്ടാനുള്ളത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, നമ്മൾ മാർക്കറ്റിനെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിന് മുകളിലോട്ട് എത്ര ദൂരം വേണേലും പൊക്കോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് റീറ്റെയിലേഴ്സിന് ഇൻട്രസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീറ്റെയിലേഴ്സിന് എൻട്രി എവിടേക്കാണ് റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കുക, ഇതേപോലെയുള്ള ബ്രേക്ക് ഡൗണുകളിൽ റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യും. ഈ ഒരു ഇത്രയും വലിയൊരു സെല്ലിങ് കണ്ടിട്ട് തൊട്ടടുത്ത് ഈ മാർക്കറ്റ് റിവേഴ്സ് എടുത്ത് ഈ റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ സെല്ല് ചെയ്യും, പിന്നെ ഈ ഏരിയയിൽ എത്തുമ്പോൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സ്, അതായത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള റീറ്റെയിൽസ് ഇതേപോലെ ചാർട്ട് പാറ്റേൺ കണ്ടോ, ഇതേപോലെ ഒരു ചാർട്ട് പാറ്റേൺ കണ്ട് ഒരു ട്രെൻഡ് ലൈൻ, ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ അതിന്റെ ബ്രേക്ക് ഔട്ടിൽ ബ്രേക്ക് ഡൗണിൽ സെല്ല് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, അവർ റിമൂവ് ചെയ്യും. അതിനുശേഷം പിന്നെയും കണ്ടിന്യൂസ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എഗെയിൻ സ്ട്രോങ് ആയിട്ട് മൂവ് ആകാൻ വളരെ അധികം സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എൻട്രി എങ്ങനെ ആയിരിക്കണം, എൻട്രി എവിടെ ആയിരിക്കണം, ഇതേപോലുള്ള ബ്രേക്ക് ഡൗണുകളിൽ. കണ്ടിന്യൂ മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ട് മൂവ് ആകണമെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെയുള്ള തൊട്ടടുത്ത സപ്പോർട്ടിൽ വന്ന് ബ്രേക്ക് ചെയ്യണമെന്നില്ല, അതിന് മുന്നേ തന്നെ റിവേഴ്സ് ആവും. ഇപ്പൊ മുന്നേ തന്നെ റിവേഴ്സ് ആവണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഈ ബ്രേക്ക് ഡൗണിൽ വന്നിട്ടുള്ള റെഡ് ക്യാൻഡിലിന്റെ ഓക്കെ എന്താണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത്, ബ്രേക്ക് ഡൗണിൽ വന്ന ബിഗ് റെഡ് ക്യാൻഡിലിന്റെ വോളിയം പ്ലസ് ക്യാൻഡിൽ എൻഗൾഫിംഗ് ഉണ്ടാകണം. ക്യാൻഡിൽ ആൻഡ് വോളിയം എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കാര്യം കണ്ടോ, മാർക്കറ്റ് മറക്കുന്നുണ്ടോ, പിന്നെ നല്ല ഷൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ഷൂട്ട് ഞാൻ പറയാം, ഏകദേശം നല്ല രീതിയിൽ തന്നെ മൂവ് ആവുന്നുണ്ട്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് എനിക്ക് ഞാൻ പറഞ്ഞത്. ആക്ച്വലി എൻട്രി ഇവിടെ വന്നു, നമ്മൾ അതിനുശേഷം ഇവിടുന്ന് ഒരു എൻട്രി മിസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇവിടെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എൻട്രിയുടെ കാര്യം പറയാം. ഇവിടെ വന്ന് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഈ എന്താണ് ട്രെൻഡ് ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈന് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട എന്താണ്, ബ്രേക്ക് ഡൗൺ ചെയ്ത വലിയൊരു എന്താണ് റെഡ് ക്യാൻഡിലിനെ ഐഡന്റിഫൈ, ഈ ഒരു റെഡ് ക്യാൻഡിലിനെ ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ വോളിയം ചെക്ക് ചെയ്യുക. ഓക്കെ, അതിന്റെ വോളിയത്തിനെ മാർക്കറ്റ് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു, എൻഗൾഫ് ചെയ്തു. തൊട്ടടുത്ത ക്യാൻഡിലും അതിനെ എൻഗൾഫ് ചെയ്തു, വോളിയവും എൻഗൾഫ് ചെയ്തു. താഴത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണ വോളിയവും നിങ്ങൾ ചെക്ക് ചെയ്യുക, സെയിം ക്യാൻഡിലിന്റെ വോളിയവും എൻഗൾഫ് ചെയ്തു, ക്യാൻഡിലും എൻഗൾഫ് ചെയ്തു. പെർഫെക്റ്റ് എൻട്രി. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഫോക്കസ് ചെയ്യാം. എന്റെ ഒരു എഡ്ജ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, പറക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പറക്കുന്നത്. ഇപ്പൊ ഞാൻ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ നിയർലി നല്ല രീതിയിൽ എന്റെ ഒരു വർഷത്തെ ലോസസ് ഇതേപോലെയുള്ള മൂവിനകത്ത് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ പേഷ്യൻസോടുകൂടി ഇരിക്കുക, വെയിറ്റ് ചെയ്ത് നോക്കി പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് റിവേഴ്സ് വന്നു, അതിനുശേഷം മൂവ് ആയി. നല്ല രീതിയിൽ തന്നെ തൊട്ടടുത്ത റെസിസ്റ്റൻസിലോട്ട് മൂവ് ആയി. ഓക്കെ, ഇത്രയും വലിയ ബിഗ് ക്യാൻഡിൽസ് ആണ് വരുന്നത്. ഓക്കെ, നിയർലി ഒരു 40K അറ്റ്ലീസ്റ്റ് ഇതൊന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു 40K 50K നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയാണ്. ഇത്രയും ഒരു ചെറിയ മൂവിനകത്ത് ഒരു 120 ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ 40K 50K നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊന്നും ഞാൻ നിങ്ങളോട് മോഹന വാഗ്ദാനങ്ങളൊന്നും അല്ല തരുന്നത്, ഇത് റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരെങ്കിലും എന്നെ കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ആവറേജ് ആയിട്ടുള്ള എനിക്ക് ഡെയിലി അല്ലെങ്കിൽ എനിക്ക് എന്റെ റിസ്ക് റിവാർഡിനെ ഞാൻ റെസ്പെക്ട് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്ത് വേണമെങ്കിലും കാണിച്ചിടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ നമ്മുടെ റൂൾസിനെ ഫോളോ ചെയ്യുക. ഓക്കെ, എന്റെ അവസാനത്തെ റൂൾ എന്താണ്, ഞാൻ എവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ ഞാൻ എൻട്രി എടുക്കില്ല. ഓക്കെ, ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ഞാൻ ഈ ഒരു ഏരിയയിലാണ് എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ അവിടെ എൻട്രി എടുക്കില്ല. എവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ്, ഞാൻ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പ്രീമിയം ചാർട്ട് ഓപ്പൺ ചെയ്യും. അതിന് തൊട്ടടുത്ത സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ, അതായത് ഈ ഏരിയയിൽ വന്നെങ്കിലേ ഞാൻ മുകളിലോട്ട് എൻട്രി എടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എന്റെ എഡ്ജ് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിൽ എൻട്രി എടുക്കാമെന്ന്. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു, മാർക്കറ്റ് തൊട്ടടുത്ത റെസിസ്റ്റൻസിൽ പോയി സെല്ലിംഗ് കാണിക്കുന്നു. അപ്പൊ എന്താണ്, ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, പ്രീമിയം ചാർട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, പ്രീമിയം ചാർട്ട് ഓപ്പൺ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തതിന്റെ പ്രീമിയം ചാർട്ട് പ്രീമിയം ചാർട്ട്. ഓക്കെ, 50-800 പ്രീമിയം ചാർട്ടാണ് ഞാൻ ഇവിടെ എടുത്തത്. ഓക്കെ, നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യാം. 1 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്യാം. 1 മിനിറ്റ് ടൈം ഫ്രെയിമിനകത്ത് ഓക്കെ നോക്കുക, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ്
ഈ ഏരിയയിലാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ്, അതിനെ ബ്രേക്ക് ചെയ്തത് മാർക്കറ്റ് പുഷ് തന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റ് ഓൾറെഡി ഇവിടുന്ന് ഒരു നല്ലൊരു മൂവ് തന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു ഓൾറെഡി നല്ലൊരു മൂവ് മുകളിലോട്ട് പോകുന്ന പോലെ കാണിച്ചു. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എൻട്രി 562 അതിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് 552 കൊണ്ടുവന്നിരുന്നു. അപ്പൊ സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഏരിയയിൽ വന്നിട്ടാണ് എൻട്രി എക്സിക്യൂട്ട് ആയത്. അതിനുശേഷം സ്ലോ ആൻഡ് സ്റ്റഡി നോക്കുക, മാർക്കറ്റ് എവിടെ വരെ പോയത് നോക്കുക. 825 പോകുന്നത്. എത്രയാണ് പോയത്? 553 നിന്നും 553 നിന്നും 825 പോയത്. ഏകദേശം 300 പോയിന്റ് ഇല്ലെങ്കിൽ 280 പോയിന്റ്സിന്റെ പ്ലസ്. ഓക്കെ, 280 പ്ലസ് നിയർലി 30-40K നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത്രയ്ക്കൊന്നും ഞാൻ നിൽക്കാറില്ല, അത്യാഗ്രഹത്തിനൊന്നും ഞാൻ നിൽക്കാറില്ല. ചെറിയ എന്റെ ഒരു സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. ഒരു തുള്ളി പല തുള്ളി പെരുമ്പോൾ കുറച്ചായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസിയിലാണ് കാര്യം. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ലോസുകളെയൊക്കെ നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റൂൾസ് അല്ലെങ്കിൽ ഇന്നത്തെ എൻട്രി എന്തെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നോക്കുക. ഇതേപോലെയുള്ള മൂവ് ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, മാർക്കറ്റിങ്ങിന് ഒരു മൂവ് സാധ്യതയുണ്ട്. എത്ര പോയിന്റിന്റെ മൂവ് ആണ് തന്നെ നോക്കട്ടെ. എൻട്രിയിൽ നിന്ന് ഏകദേശം നിയർലി 340. ആക്ച്വലി നമ്മൾ ഈ ഏരിയ എന്നാണ് ഞാൻ പറഞ്ഞത്. 340 പ്ലസ് 400 പ്ലസ് പോയിന്റിന്റെ മൂവ് ഓൾറെഡി ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതേപോലെ എൻട്രി മാർക്കറ്റിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. മാർക്കറ്റിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് ആണ് ഇത്. ഈ എൻട്രി. അപ്പൊ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് ഞാനിപ്പോ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞു. ഇതിന്റെ റൂൾസ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് മാത്രം വെച്ച് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എന്തെങ്കിലും ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.